സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഒഫീഷ്യൽ പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ്സ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ്സ് ബാങ്ക് എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് ആണ്. എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ്സ് ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഗോതമ്പ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖാരിഫ് വിളയാണ് നെല്ല്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഏതെന്ന് ചോദിച്ചാൽ ഗോതമ്പാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖാരിഫ് വിള ഏത് എന്ന് ചോദിച്ചാൽ അത് നെല്ലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പ് ആസ്ട്രോസാറ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ ടെലസ്കോപ്പാണ് ആസ്ട്രോസാറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വ ദൗത്യം ഏതാണ്? മംഗൾയാൻ ആണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത് പഞ്ചശീല തത്വങ്ങളെയാണ്. പഞ്ചശീല തത്വങ്ങളെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇരുമ്പും കാർബണും ചേർന്നുള്ള ലോഹസങ്കരം ഉരുക്ക് എന്ന് പറയുന്നത് ഇരുമ്പും കാർബണും ചേർന്നുള്ള ലോഹസങ്കരമാണ്. ഇരുമ്പ്, കാർബൺ. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ വനിത മനോഹര ഹോൾക്കർ ആണ്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ വനിതയാണ് മനോഹര ഹോൾക്കർ. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച രണ്ടാമത്തെ വനിതയാണ് ഫുർചരൺ കൗർ. APJ അബ്ദുൽ കലാം അന്തരിച്ച വർഷം 2015. APJ അബ്ദുൽ കലാം അന്തരിച്ചത് ഏത് വർഷമാണ്? 2015. ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു APJ അബ്ദുൽ കലാം എന്ന് കമന്റ് ചെയ്യുക. പായ് കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി. പായ് കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അഭിലാഷ് ടോമിയാണ്. US സെനറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യൻ വനിതയാണ് കമല ഹാരിസ്. US സെനറ്റിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യൻ വനിത കമല ഹാരിസ്. രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക കേന്ദ്രം. രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക കേന്ദ്രമാണ് ഫർഗോർ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനമാണ്. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് ആരാണ്? മദൻ മോഹൻ മാളവ്യയാണ്. ഈ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഏത് പ്രതിഭാസത്തെയാണ്? മൺസൂൺ കാറ്റുകളെയാണ് ഈ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഏത് പ്രതിഭാസത്തെയാണ്? മൺസൂൺ കാറ്റുകൾ. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ Fന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ശാസ്താംകോട്ട തടാകമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ Fന്റെ ആകൃതിയിലുള്ള കേരളത്തിലെ തടാകമാണ് ശാസ്താംകോട്ട തടാകം. റാഫേൽ യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഫ്രാൻസ് ആണ്. റാഫേൽ യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ്. റൂസോ ഏത് രാജ്യത്താണ് ജനിച്ചത്? റൂസോ സ്വിറ്റ്സർലൻഡ് ആണ്. രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ഹാർവിയാണ്. രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ഹാർവി. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അംഗപരിമിതയായ ഇന്ത്യൻ വനിതയാണ് അരുണിമ സിൻഹ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അംഗപരിമിതയായ ഇന്ത്യൻ വനിത അരുണിമ സിൻഹ. അടുത്ത ചോദ്യം,
നീലകണ്ഠ തീർത്ഥപാദർ ആരുടെ ശിഷ്യനായിരുന്നു? നീലകണ്ഠ തീർത്ഥപാദർ ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായിരുന്നു. ചട്ടമ്പി സ്വാമികൾ. പയസ്വിനി എന്ന പേരിലും അറിയപ്പെടുന്ന നദി ചന്ദ്രഗിരിപ്പുഴയാണ്. പയസ്വിനി എന്ന പേരിലും അറിയപ്പെടുന്ന നദി ചന്ദ്രഗിരിപ്പുഴ. പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? ടി.ആർ. കൃഷ്ണസ്വാമി അയ്യറാണ്. ടി.ആർ. കൃഷ്ണസ്വാമി അയ്യറാണ് എവിടെ നിന്നുള്ള? പാലക്കാട്ടു നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. PhD എന്നതിൻ്റെ പൂർണ്ണരൂപം ഡോക്ടർ ഓഫ് ഫിലോസഫി. PhD എന്നതിൻ്റെ പൂർണ്ണരൂപം ഡോക്ടർ ഓഫ് ഫിലോസഫി. ഫുട്ബോൾ താരം പെലെ അഭിനയിച്ച ചലച്ചിത്രം ഹോട്ട് ഷോട്ട്. ചലച്ചിത്രത്തിൻ്റെ പേര് ഹോട്ട് ഷോട്ട്. ബാങ്കിങ്ങിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ബാങ്കിങ്ങിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കർണാടകമാണ്. കർണാടകം. ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെട്ടത് അവധാണ്. ബംഗാൾ ആർമിയുടെ നഴ്സറി എന്നറിയപ്പെട്ടത് അവധ്. ബംഗാളി പ്രധാന ഭാഷയായ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. ബംഗാളി പ്രധാന ഭാഷയായ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ. ഭക്ഷ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ ഭരണഘടകം ഡൽഹിയാണ്. ഭക്ഷ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ ഭരണഘടകമാണ് ഡൽഹി. ഭാരതീയ മഹിളാ ബാങ്കിന്റെ പ്രവർത്തനം അവസാനിച്ചത് എന്നാണ്? ഭാരതീയ മഹിളാ ബാങ്കിന്റെ പ്രവർത്തനം അവസാനിച്ചത് 2017 2017 ഏപ്രിൽ 1. 2013 സ്ഥാപിതമായത്. 2013 സ്ഥാപിതമായി. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി സംസ്ഥാന പുനഃസംഘടന നടന്ന വർഷം 1956. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് സംസ്ഥാന പുനഃസംഘടന നടന്നത് ഏത് വർഷമാണ്? 1956. ബ്രിട്ടീഷ് ഓഫീസറായ റാൻഡിനെ കൊലപ്പെടുത്തിയത് ആരാണ്? ചപേക്കർ സഹോദരന്മാരാണ്. ചപേക്കർ സഹോദരന്മാർ. ശ്രീരംഗപട്ടണം ഏത് നദിയുടെ തീരത്താണ്? ശ്രീരംഗപട്ടണം കാവേരി നദിയുടെ തീരത്താണ് ശ്രീരംഗപട്ടണം. ശ്രീലങ്കയുടെ പതാകയിൽ ചിത്രീകരിച്ചിട്ടുള്ള മൃഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സിംഹമാണ്. സിംഹം. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആർ രാമചന്ദ്രൻ നായർ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്നത് ആരാണ്? ആർ രാമചന്ദ്രൻ നായർ. 1342-45 കാലത്ത് കേരളം സന്ദർശിച്ച ഇബ്ൻ ബത്തൂത്ത ഏത് രാജ്യക്കാരനായിരുന്നു? ഇബ്ൻ ബത്തൂത്ത മൊറോക്കയാണ്. മൊറോക്കോ. 1857 കലാപത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഡിസ്രയേലിയാണ്. 1857 കലാപത്തെ ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഡിസ്രയേലി. 1871 അവിഭക്ത പഞ്ചാബിന്റെ തലസ്ഥാനമായ നഗരം ഷിംല. 1871 അവിഭക്ത പഞ്ചാബിന്റെ തലസ്ഥാനമായ നഗരം ഷിംല. 99 വെള്ളപ്പൊക്കം എന്ന പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായത് ഏത് വർഷമാണ്? 1924. 1924 ഉണ്ടായ വെള്ളപ്പൊക്കമാണ് 99 വെള്ളപ്പൊക്കം എന്ന് പ്രസിദ്ധമായത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം രചിച്ചത് വയലാർ രാമവർമ്മയാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം രചിച്ചത് ആരാണ്? വയലാർ രാമവർമ്മ. അന്താരാഷ്ട്ര ബാലാവകാശ പ്രഖ്യാപനം നടന്ന വർഷം 1959 അന്താരാഷ്ട്ര ബാലാവകാശ പ്രഖ്യാപനം നടന്നത്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത് IK കുമാരൻ മാസ്റ്ററാണ്. IK കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെട്ടത്. മാൻഹട്ടൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഓപ്പൺഹൈമർ. മാൻഹട്ടൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഓപ്പൺഹൈമർ. അന്ത്യോദയ അന്ന യോജനയ്ക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. അന്ത്യോദയ അന്ന യോജനയ്ക്ക് തുടക്കം കുറിച്ചത് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ.
അപ്പോളോ സീരീസിലെ അവസാന പേടകം അപ്പോളോ 17. അപ്പോളോ സീരീസിലെ അവസാനത്തെ പേടകം അപ്പോളോ 17. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഹെലികോപ്റ്റർ മറൈൻ 1. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഹെലികോപ്റ്ററാണ് മറൈൻ 1. അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമാണ് എയർഫോഴ്സ് 2. എയർഫോഴ്സ് 2. അശോക ചക്ര ലഭിച്ച ആദ്യ വ്യോമസേനാംഗം സുഹാസ് ബിശ്വാസ് ആണ്. അശോക ചക്ര ലഭിച്ച ആദ്യത്തെ വ്യോമസേനാംഗമാണ് സുഹാസ് ബിശ്വാസ്. അനി ബസന്റ് അന്തരിച്ച വർഷം 1933. അനി ബസന്റ് അന്തരിച്ചത് 1933 ആയുർവേദത്തെക്കുറിച്ച് വൈദ്യജീവനം എന്ന പുസ്തകം രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ്. പുസ്തകത്തിന്റെ പേര് വൈദ്യജീവനം. എന്തിനെക്കുറിച്ചാണ്? ആയുർവേദത്തെക്കുറിച്ചാണ്. രചിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. യാദവ വംശത്തിന്റെ തലസ്ഥാനം ദേവഗിരി. ആദ്യ കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ജഗ്ജീവൻ റാം. ആദ്യത്തെ നാഷണൽ പോലീസ് കമ്മീഷന്റെ ചെയർമാൻ ധരംവീര. ആദ്യത്തെ നാഷണൽ പോലീസ് കമ്മീഷന്റെ ചെയർമാൻ ധരംവീര. ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയ വർഷം 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയത് 1975. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആദ്യത്തെ പ്രസിഡന്റ് മൻമഥനാഥ് റോയി ചൗധരി. മൻമഥനാഥ് റോയി ചൗധരി ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആദ്യ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്തു നിന്ന് നീക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 61. ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്തു നിന്ന് നീക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 61. ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ റിങ്കു സിൻഹ. ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്ററാണ് റിങ്കു സിൻഹ. ഇന്ത്യയിൽ ആദ്യ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെ സ്ഥാപിച്ച വർഷം 1853. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈനായ ബോംബെ മുതൽ താനെ വരെയുള്ളത് സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1853. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രി പദം രാജിവെച്ചത് ആരാണ്? മൊറാർജി ദേശായി ആണ്. മൊറാർജി ദേശായി. ഇന്ത്യയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല നിർവഹിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല വഹിച്ച ആദ്യത്തെ വനിത ആര് എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിൽ ദേശസൂചിക പദവി ലഭിച്ച ആദ്യത്തെ അരി പൊക്കാളി അരിയാണ്. ഇന്ത്യയിൽ ദേശസൂചിക പദവി ലഭിച്ച ആദ്യത്തെ അരിയാണ് പൊക്കാളി അരി. ഇന്ത്യയിലെ US അംബാസഡറുടെ വസതി റൂസ്വെൽറ്റ് ഹൗസ്. റൂസ്വെൽറ്റ് ഹൗസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂരഹിതരായ ജില്ല കണ്ണൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂരഹിതരായ ജില്ല ഏതാണ്? കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ സർവകലാശാല സ്ഥാപിതമാകുന്ന സ്ഥലം ഗുഡ്ഗാവ് ആണ്. ഗുഡ്ഗാവ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ ആണ്. കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം ചന്ദിരൂറാണ്. ആലപ്പുഴ ജില്ലയിലെ ചന്ദിരൂറാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദൻ. റാംസാർ കൺവെൻഷൻ നടന്ന വർഷം 1971. NDA സർക്കാർ അന്ത്യോദയ അന്നയോജന ആരംഭിച്ച വർഷം 2000 ഡിസംബർ 25. NDA സർക്കാർ അന്ത്യോദയ അന്നയോജന ആരംഭിച്ച വർഷം 2000 ഡിസംബർ 25. എതിർ സ്ഥാനാർത്ഥികളില്ലാത്തതിനാൽ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി രാജ ആനന്ദ് ചന്ദാണ്. എതിർ സ്ഥാനാർത്ഥികളില്ലാത്തതിനാൽ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് രാജ ആനന്ദ് ചന്ദ്. ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങളുള്ള സമുദ്രം പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത്. ഏത് നദിയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് നിർമ്മിച്ചത്? ജാൻജാവതി. ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പുവിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ
ടിപ്പുവിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ബംഗാളി ഔദ്യോഗിക ഭാഷയായി ഉപയോഗത്തിലുള്ളത്? ത്രിപുരയിലാണ്. ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ബംഗാളി ഔദ്യോഗിക ഭാഷയായിട്ട് ഉപയോഗത്തിലുള്ളത്? ത്രിപുര. ഏത് സിനിമയിലാണ് ചാർലി ചാപ്ലിൻ കഥാപാത്രം ഷൂ തിന്നുന്ന രംഗമുള്ളത്? ഗോൾഡ് റഷ്. ഏത് ജില്ലയിലാണ് ഓപ്പറേഷൻ സുലൈമാനി നടപ്പിലാക്കിയത്? കോഴിക്കോടാണ്. കോഴിക്കോട്. ഏത് തീയതിക്ക് ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ് ബാലികാ സമൃദ്ധി യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത്? 1997 ഓഗസ്റ്റ് 15. 1997 ഓഗസ്റ്റ് 15 ശേഷം ജനിച്ച പെൺകുട്ടികൾക്കാണ് ബാലികാ സമൃദ്ധി യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ഇർവിൻ പ്രഭു. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് ഇർവിൻ പ്രഭുവാണ്. ഒന്നാം ലോകസഭയിലെ ആകെ അംഗങ്ങൾ 489. ഒരു അർദ്ധവൃത്തം എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസിയാകുവാൻ എത്ര ദിവസം വേണം? 28. ഒളിമ്പിക്സിലെ ഫുട്ബോൾ മത്സരത്തിൽ റഫറിയായ ആദ്യ ഇന്ത്യൻ വനിത ബെൻഡില ഡിക്കോത്തയാണ്. ബെൻഡില ഡിക്കോത്ത. ഒഴുകുന്ന ജലത്തിലുള്ള ഊർജമാണ് ഗതികോർജം. ഒഴുകുന്ന ജലത്തിലുള്ള ഊർജം ഗതികോർജം. വാട്ടർ ഗ്ലാസിന്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ്. വാട്ടർ ഗ്ലാസിന്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ്. വാട്ടർലോ യുദ്ധക്കളം ഏത് രാജ്യത്താണ്? ബെൽജിയത്തിലാണ്. ബെൽജിയം. ബാലസേവാ സമിതി എവിടെയാണ് സ്ഥാപിച്ചത്? വൈക്കം. ബാലസേവാ സമിതി. ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി രചിച്ചത് യോഗാനന്ദ പരമഹംസ. ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി രചിച്ചത് യോഗാനന്ദ പരമഹംസ. ഓരോ പള്ളിക്കും ഒപ്പം ഓരോ പള്ളിക്കുടം എന്ന നിർദ്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഓടുന്നതിനും നടക്കുന്നതിനും സഹായകമായ ബലം ഘർഷണമാണ്. ഘർഷണ ബലം. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് ആണ്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതാണ്? ഡോപ്സൺ യൂണിറ്റ്. വിദ്യാഭ്യാസ വായ്പയ്ക്കും സ്കോളർഷിപ്പിനും വേണ്ടി ഭാരത സർക്കാർ ആരംഭിച്ച ഏകജാല പോർട്ടലാണ് വിദ്യാലക്ഷ്മി. പോർട്ടലിന്റെ പേര് വിദ്യാലക്ഷ്മി. റേഡിയോ ട്രാൻസ്മിഷന്റെ തത്വം ആദ്യമായി വിശദീകരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ JC ബോസ് ആണ്. റേഡിയോ ട്രാൻസ്മിഷന്റെ തത്വം ആദ്യമായിട്ട് വിശദീകരിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് JC ബോസ്. ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ നടത്തിയ പരീക്ഷണം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രോജക്റ്റ് ലൂൺ. പരീക്ഷണത്തിന്റെ പേര് പ്രോജക്റ്റ് ലൂൺ. വൈക്കം സത്യാഗ്രഹവും ഗാന്ധിജിയും എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ TK രവീന്ദ്രനാണ്. പ്രൊഫസർ TK രവീന്ദ്രൻ. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുടയാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലമാണ് ഇരിങ്ങാലക്കുട. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ശബ്ദം സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിക്കുന്നു? 340 മീറ്റർ. സാമ്പത്തിക അടിയന്തരാവസ്ഥ എത്ര കാലം തുടരാം? അനിശ്ചിതം. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത എഴുതിയത് NV കൃഷ്ണവാര്യരാണ്. NV കൃഷ്ണവാര്യർ. CBIയുടെ ആദ്യ ഡയറക്ടർ DP കോഹ്ലി. സിസ്റ്റർ നിവേദിത ആരുടെ പ്രസിദ്ധ ശിഷ്യയാണ്? സ്വാമി വിവേകാനന്ദന്റെ പ്രസിദ്ധ ശിക്ഷയായിരുന്നു സിസ്റ്റർ നിവേദിത. സിംഹഭൂമി രചിച്ചത് SK പൊറ്റക്കാട്. സിംഹഭൂമി. സുവർണ നഗര കവാടം എന്നറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ. സ്വത്ത് വിവരം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ SHF J മനേഷ. ഹാപ്പിനെസ് റിപ്പോർട്ട് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം
മധ്യപ്രദേശാണ്, മധ്യപ്രദേശ്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള മലനിര സിവാലിക്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള മലനിരയാണ് സിവാലിക്. ഹീബ്രു ഔദ്യോഗിക ഭാഷയായുള്ള രാജ്യം ഇസ്രായേൽ. ചരക്ക് സേവന നികുതി കൗൺസിൽ രൂപവൽക്കരിച്ച വർഷം 2016. ചീഫ് കമ്മീഷണർ ഓഫ് റെയിൽവേ സേഫ്റ്റിയുടെ ആസ്ഥാനം ലക്നൗ. ചൂയിങ്ങം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഫലം ചീക്കു. ജനങ്ങളുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ജനസംഖ്യാ വിസ്ഫോടന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് മാൽത്തൂസ്. ജനസംഖ്യാ വിസ്ഫോടന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് മാൽത്തൂസ്. ജൻധൻ യോജന ആരംഭിച്ചതെന്നാണ്? 2014 ഓഗസ്റ്റ് 28 ജൻധൻ യോജന ആരംഭിച്ചത്. ജലത്തിൽ ശബ്ദത്തിൻ്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്ററാണ്? 1484 മീറ്റർ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. നെൽസൺ മണ്ടേല എത്ര വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് 1990 മോചിതനായത്? 27 വർഷം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓക്സിജനാണ്. പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം രചിച്ചത് വാൻ ഗോഗ്. പൊന്നിയം പുഴ എന്നറിയപ്പെടുന്ന ജലപ്രവാഹം തലശ്ശേരിപ്പുഴ. പൊന്മുടി മലയോര വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് പൊന്മുടി മലയോര വിനോദസഞ്ചാര കേന്ദ്രം. പൊളിറ്റിക്കൽ സയൻസിനെ മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് വിളിച്ചത് അരിസ്റ്റോട്ടിൽ. പൊതുധനത്തിൻ്റെ കാവൽ നായ എന്ന് വിശേഷിപ്പിക്കുന്നതാരെ? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. പൊതുമരാമത്ത് വകുപ്പ് നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി. പൊതുമാപ്പ് കൊടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 72 ആണ്. ആർട്ടിക്കിൾ 72. റെയിൽവേക്ക് പ്രത്യേക ബജറ്റ് അവസാനമായി അവതരിപ്പിച്ച വർഷം 2016. ഐക്യരാഷ്ട്രസഭ ഇടപെട്ട ആദ്യത്തെ യുദ്ധം കൊറിയൻ യുദ്ധം. വെല്ലസ്ലി പ്രഭുവിൻ്റെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യം ഹൈദരാബാദ്. മൈക്കൽ ആഞ്ചലോ അന്ത്യവിധി എന്ന ചിത്രം എവിടെയാണ് വരച്ചിരിക്കുന്നത്? സിസ്റ്റൈൻ ചാപ്പലിൻ്റെ അൽത്താരയിലാണ്. അടുത്ത ചോദ്യം, പോരുക നാട്ടുകാരെ, പോർക്കളം എത്തുക നാട്ടുകാരെ, ചേരുക സമരത്തിൽ, സ്വാതന്ത്ര്യത്തിൻ സമരത്തിൽ. 1945 സർ CP രാമസ്വാമി അയ്യർ നിരോധിച്ച ഈ ഗാനം രചിച്ചത് ആരാണ്? SK പൊറ്റക്കാടാണ്. SK പൊറ്റക്കാട്.